ഹായ് ട്രേഡേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ SMC പഠിക്കാൻ പോവാണ്, അതും ഫ്രീ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് SMCയുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഒട്ടും സമയമൊന്നും കളയണമൊന്നുമില്ല, നേരെ ജസ്റ്റ് ചാർട്ടിലേക്ക് കയറാം. പിന്നെ ഇത് ബേസിക്കൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ ഡയറക്റ്റ് നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചാർട്ടിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അപ്പ് ട്രെൻഡും കൂടി ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, മാർക്കറ്റിങ്ങിന് അപ്പ് മൂവ്മെൻറ്റ് സംഭവിക്കണതിനെ പറയുന്നതാണ് ഒരു അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഡൗണിലേക്ക് മാർക്കറ്റ് പോകണമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രെൻഡ്സാണ് നമ്മുടെ മാർക്കറ്റിൽ മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവും. ഇനി ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് എന്താണ് ലോ, അതുപോലെ തന്നെ എന്താണ് ഹൈ ആൻഡ് എന്താണ് ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, ഈ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു അപ്പ് ട്രെൻഡാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ അപ്പ് ട്രെൻഡിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഹൈയും ലോയും ഹയ്യർ ഹൈ, ഹയ്യർ ലോയൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു പാറ്റേൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് കംപ്ലീറ്റ്ലി നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവത്തില്ല. നിങ്ങളെൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ ഒന്നിരുന്ന് വാച്ച് ചെയ്യുക. എന്താണ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം മാത്രം SMCയുടെ വീഡിയോസ് കാണാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് മനസ്സിലാവില്ല ഈ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഏരിയ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ലോ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, അതിനുശേഷം ഒരു ഹൈ ആണ് വന്നത്, അതുകൊണ്ട് നമുക്ക് ഇതൊരു ലോ ആയിട്ട് സങ്കല്പിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ ലോ നോക്കാം. ഓക്കെ, ഇതൊരു ലോ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ലോക്ക് ശേഷം വന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതിനെ പറയുന്നത് ജസ്റ്റ് ഹൈ തന്നെയാണ്. ഓക്കെ, ഹൈ ആണ്. അതിനുശേഷം ഒരു ഹൈക്ക് ശേഷം വരുന്ന ഒരു ഡൗൺ മൂവ്മെൻറ്റ്, അതിനെ പറയുന്നത് ലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എല്ലാം ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചേക്കാം. ഇനി ഒരു ഹൈയും ലോക്ക് ശേഷം വന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതിനെ പറയുന്നതാണ് ഹയ്യർ ഹൈ. കാരണം എന്താ, ഓൾറെഡി ഉണ്ടായ ഒരു ഹൈനെ എപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഹൈ വരുന്നു, അതിനെയാണ് നമ്മൾ ഹയ്യർ ഹൈ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു വര ജസ്റ്റ് ഇതിങ്ങനെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഹൈയുടെ ലൈനാണ്. ഓക്കെ, ഇത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി കാണാം. ഓക്കെ, ഒരു ഹൈക്ക് ശേഷം ഒരു ലോ വന്നിട്ട് പിന്നെയും ഒരു ഹൈ, ഈ ഒരു ഹൈനെ വെട്ടിച്ചുകൊണ്ട് വേറൊരു ഹൈ വരാണെങ്കിൽ അതിനെ പറയണ പേരാണ് ഹയ്യർ ഹൈ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം ലോ, പിന്നെ ഹൈ, പിന്നെയും ലോ, അതിന് ശേഷം ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്ത ഹൈ എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഹയ്യർ ഹൈ ആണ്. ഓക്കെ, ഇനി വന്ന ലോ, അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾക്ക് ഓൾറെഡി ഇവിടെ ഉള്ള ഒരു സപ്പോർട്ട് ലോ ഉണ്ട്. ഓക്കെ, ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കി, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇതൊരു അത്യാവശ്യം സ്ട്രോങ് ലോ ആണ്. അപ്പോൾ ഈ സ്ട്രോങ് ലോനെ വെട്ടിച്ചിട്ട് പോകാത്തതുകൊണ്ട് ഇതൊരു ലോവർ ലോ ആയിരിക്കും, ഹയ്യർ ലോ ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു ഹയ്യർ ലോ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായല്ലോ, ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പോണ ഹൈനെ പറയണ പേരാണ് ഹയ്യർ ഹൈ. ആൻഡ് ഹയ്യർ ഹൈക്ക് ശേഷം വന്നത് ഒരു ഹയ്യർ ലോ ആയിരിക്കും. കാരണം നമ്മുടെ ഓൾറെഡി ഉള്ള ലോ ഒരു ഹൈ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം വന്ന ലോയിനെ ഇത് ബ്രേക്ക് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്തത് എന്താ, ഇപ്പോൾ ഈ ഒരു ഹയ്യർ ഹൈനെ വെട്ടിച്ചോ നോക്കി. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഇതിനെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടാണ് അടുത്തൊരു ഹൈ പോയേക്കണം. അപ്പോൾ ആ ഹൈനെ പറയണ പേരെന്താണ്, ഹയ്യർ ഹൈ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതേ ഈ ഹയ്യർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, ഈ ഹയ്യർ ലോനെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പറയണ പേരെന്താണ്, ഹയ്യർ ലോ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അടുത്തതും ഇതുപോലെ തന്നെ എന്താണ്, ഹയ്യർ ഹൈ. കാരണം എന്താ, ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു സാധനം ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലീനായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ റീവാച്ച് ചെയ്ത് നോക്കുക, കുറച്ചും കൂടി കാര്യങ്ങൾ കത്തും. ഓക്കെ, ഇതാണ് ഒരു അപ്പ് ട്രെൻഡിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ
ഇപ്പം നമ്മൾ ഇവിടെ നോർമലി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ജസ്റ്റ് ലോ ഹൈ ലോ പിന്നെ ഹയർ ഹൈ പോലെ പറയണ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതിൽ ജസ്റ്റ് ഞാനൊന്ന് ഈ സാധനങ്ങളൊന്ന് മൂവ് ചെയ്ത് ഇവിടെ വെക്കാം, കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈ ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരു ലോ ആയിട്ട് സങ്കല്പിക്കാം. ആൻഡ് വീണ്ടും ഒരു ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഇതാ ഒരു സപ്പോർട്ടായിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് വരയ്ക്കട്ടെ. ഓക്കെ, ഇതേ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഒരു ഹൈ വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോയേക്കാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയണത് എന്താ? ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹയർ ഹൈ ആണെന്ന്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലോവർ ലോ. ഓക്കെ, ലോവറിൻ്റെ ഏറ്റവും ലോ ആണ് എന്ന് വെച്ചാൽ ഒരു ഹൈ വന്നിട്ട് നമ്മുടെ ഉണ്ടായ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ലോ ഉണ്ടായല്ലോ, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയത് കൊണ്ട് ഇതൊരു ലോവർ ലോ ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈ ഇതാണ് അത്യാവശ്യം നല്ല സപ്പോർട്ടായിട്ടുള്ള ഹൈ. ഈ ഹൈയിൽ ഞാനൊരു മാർക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചു. ഈ ഹൈയിനെ അടുത്ത ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ പറയണ പേരാണ് ലോവർ ഹൈ. ഓക്കെ, ലോവർ ഹൈയും ലോവർ ലോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പും. ഇവിടെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടല്ലേ, നമ്മുടെ ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെ അതും ഒരു ലോവർ ലോ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഈ പിന്നെ വന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലോവർ ഹൈ ആണല്ലോ, ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ നമ്മൾ എന്ത് പറയും? ലോവർ ഹൈ. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ് പോണത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഹയർ ലോയും ഹയർ ഹൈയും ലോവർ ലോയും ലോവർ ഹൈയും ഹൈ ആൻഡ് ലോ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ തലകുത്തി മറിയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ തിങ്സ് ആണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് ഒന്നും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് പകുതി ആൾ കത്തൂല, പക്ഷേ അത് നമുക്ക് മനസ്സിലാവില്ല കത്തിയിട്ടില്ല എന്ന്. പക്ഷേ രണ്ടാമത് വീഡിയോ കാണുമ്പോഴാണ് ഇതിങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് റീവാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ മെയിനായിട്ട് ഇപ്പം ഇതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു 1 മിനിറ്റ് ഗോൾഡിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ നിന്ന് മുതലാണ് ഇപ്പോൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ ഇതാ ടെക്സ്റ്റിലേക്ക് പോകുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് എന്താണ് ഇത് ആദ്യത്തെ ഒരു ലോ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇതൊരു ലോ ആണ്. ലോക്ക് ശേഷം എന്നൊരു ഹൈനെ പറയണതാണ് ജസ്റ്റ് ഹൈ, വെറും ഹൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ഹൈ ആണ്. ഓക്കെ, ആ ഹൈക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്. അതിനെ ജസ്റ്റ് നോർമൽ ലോ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഹൈ തന്നേക്കണ പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഏതോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്കായിട്ട് അടുത്തൊരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറയണ പേരെന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഹൈ വന്നിട്ട് അതിന് ശേഷം ഒരു ലോ വന്നു കഴിഞ്ഞ് പിന്നെ ആ ഹൈനെ എന്ന് വെച്ചാൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഹൈനെ ബ്രേക്ക് ചെയ്ത് എപ്പോൾ പുറത്തേക്ക് പോകുന്നു അതിനെ പറയണ പേരാണ് ഹയർ ഹൈ. അപ്പോൾ ഞാനിവിടെ ഒരു ഡബിൾ എച്ച് കൊടുത്തേക്കാം. ഹയർ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹയർ ഹൈയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ലോ ഉണ്ടാവുമല്ലോ, ഈ ഒരു ലോയും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയാണ് ഹയർ ഹൈ. ഈ ഹയർ ഹൈക്ക് ശേഷം വന്നേക്കുന്ന ഒരു ലോ ഉണ്ട്. ആ ലോന് നമ്മളെന്താ പറയണത്? ഇതൊരു ഹയർ ലോ ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഒരു എച്ച് ആൻഡ് എൽ ഇട്ട് കൊടുക്കാം. സോറി, എച്ച് ആൻഡ് എൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ഹയർ ലോ ആയിട്ട് നമുക്ക് കൂട്ടാം. കാരണം എന്താ? നമ്മുടെ ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടില്ല. അപ്പോൾ പോകാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഹയർ ലോ ആണ്. അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ലോ ആണ്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇതാ അപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഹൈയിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തതാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ഹയർ ഹൈയിലെ പോയിന്റിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുക, വരയ്ക്കുക. ആൻഡ് ഇവിടെ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഹയർ ഹൈ ആണ്. ഓക്കെ, ഇതും ഒരു ഹയർ ഹൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ സംഭവിച്ചേക്കണതാ ഈ ഒരു ഹയർ ഹൈനെ പിന്നെ ഏറ്റവും കൂടുതൽ താഴേക്ക് ഇട്ടേക്കണത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താഴേക്ക് പോയത്. ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ
നമുക്കതൊരു ഹയർ ലോ ആയിട്ട് കൂട്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഹയർ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോയാൽ നമ്മൾ അതിനെ പറയണ പേരെന്താണ്? ഓക്കെ, ഗസ് ചെയ്തോ നിങ്ങൾ? ഇതിനെ പറയുന്നതാണ് ജസ്റ്റ് ലോ. ഓക്കെ, ഇത് ഒരു ലോ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായില്ല. നമ്മുടെ ഇത് നമ്മളിപ്പോൾ വരച്ചെന്ന് കാണിച്ചൊന്നുമില്ല. അതുപോലെ എല്ലാവർക്കും നമ്മുടെ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് എപ്പോഴും മാർക്കറ്റ് നമുക്ക് തരത്തില്ല. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്ത് പോകണം. കണ്ട, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഹയർ ലോ ഹയർ ലോ ഹയർ ഹൈ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചെങ്കിലും ഈ ചാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ഇതുണ്ട്, അപ്പോൾ ഇവിടെ ഒരു ലോ വന്നു, ഹൈ വന്നു, ലോ വന്നു, ഹയർ ലോ ഹയർ ഹൈ, പിന്നെ ഒരു ലോ ഒക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, വേറൊരു ഹയർ ഹൈ വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇപ്പം ഞാനിവിടെ വേറെ ഏതെങ്കിലും പാറ്റേൺസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്ത് തരാം. എന്ന് വെച്ചാൽ ഒരു അപ്പ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡും കൂടി ഒരുമിച്ച് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു ഏരിയ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്തേക്കാം. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇത് നമുക്കൊരു ഹൈ ആയിട്ട് കൂട്ടാം. ആൻഡ് ഈ ഒരു ഹൈ കഴിഞ്ഞതിന് ശേഷം വന്നേക്കണ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പോയിട്ടൊരു ലോ എന്ന് കൂട്ടാം. അതിനുശേഷം ഈ ഒരു ഹൈയും ഈ ഒരു ലോയും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയും? യെസ്, ഹൈ തന്നെ, ഇതും ഹൈ ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്ന ലോ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ലോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ താഴ്ത്തി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റും നമുക്കൊരു ലോ ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ലോ ഇനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഒരു ലോവർ ലോ എന്ന് പറയാം. നമുക്ക് ലോവർ ലോ എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ലോവർ ലോക്ക് ശേഷം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നത് ലോവർ ഹൈ. ഒരു ലോവർ ഹൈ ആണ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. കാരണം എന്താ, നമുക്കിവിടെ ഈ ഒരു സാധനം, ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റ് പോയിട്ടില്ല. പിന്നെ അതിനുശേഷം സംഭവിച്ചേക്കണം എന്താ, വീണ്ടും ഇതാ മാർക്കറ്റ് താഴേക്ക് ഇടിച്ചിറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലോവർ ലോനെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയതുകൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ പറയണ പേരെന്താ? ലോവർ ലോ. ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു അപ്വേർഡ് ഈ ക്യാൻഡിൽ സ്ട്രൈക്ക് അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും നമുക്ക് ലോവർ ഹൈ എന്നും പറഞ്ഞിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഡംന്നും പറഞ്ഞിട്ടൊരു താഴത്തേക്ക് നല്ലൊരു വീഴ്ച വീണിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ എന്താണ്, ഈ ലോവർ ലോനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് ആ മാർക്കറ്റ് പോയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ അവിടെ വിളിക്കും? ഞാൻ അവിടെ മാർക്ക് ചെയ്താണ് തരാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ലോവർ ലോ എന്ന് നമുക്ക് തന്നെ വിളിക്കാം. കാരണം എന്താ, ഒരു ലോവർ ലോനെ ബ്രേക്ക് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം ഒരു ലോവർ ഹൈ ഉണ്ട്. ആ ലോവർ ഹൈ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലോവർ ലോ ആണ്. ഓക്കെ, പിന്നെ സംഭവിച്ചത് എന്താണ് മാർക്കറ്റിന്? ആൻഡ് ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടായേക്കണ ഒരു ലോവർ ഹൈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ലോവർ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റ്? ഇല്ലല്ലേ. അപ്പോൾ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതും ഒരു ലോവർ ഹൈ ആണ്. ഓക്കെ, അതിനുശേഷം പിന്നെ എന്താ മാർക്കറ്റ് സംഭവിച്ചത്? പിന്നെ ഇങ്ങനെ റാൻഡമായിട്ട് ചാടി പോയിട്ടുണ്ട്. ബട്ട് ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. എവിടെയായിട്ട് കാണാനായിട്ട് പറ്റും, ചെറുതായിട്ട് ബ്രേക്ക് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ലോവർ ലോ തന്നെയാണ്. ഓക്കെ, പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഇതാ ഒരു അപ്പ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറയണ പേരെന്താ? ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ട്. അത് ഈ ഒരു പോയിൻ്റാണ്, ഈ ഒരു ലോവർ ഹൈ. അപ്പോൾ ഇതിനെ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് നോർമൽ ഹൈ എന്ന് മാത്രമേ വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു ഹൈ മാത്രമാണ്. അത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു ലോവർ ഹൈനെ എന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ട് ലോവർ ഹൈ ആയിരുന്നു. അതിനെ ബ്രേക്ക് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെയും ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അത് ഞാൻ പറയാത്തത് നിങ്ങൾ കുറച്ചുകൂടി കൺഫ്യൂസ് ആവാണ്ടിരിക്കാനാണ്. ഓക്കെ, ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈക്ക് ശേഷം പിന്നെ ഇവിടെ ആയിട്ടൊരു ലോ ആയിരിക്കും വന്നത്.
ഒരു ഹൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ലോ ആയിരിക്കും വന്നത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ലോക്ക് ശേഷം വീണ്ടും ഒരു ഹൈയും കാര്യങ്ങളൊക്കെ അത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്കിങ്, ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ അതും ഒരു ഹൈ ആയിട്ട് കൂട്ടാം. ആൻഡ് ഇവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, ഈ ഒരു ഏരിയയിൽ ഡൗൺ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊരു ഹയ്യർ ലോ ആയിട്ട് കൂട്ടാം. കാരണം ഒരു ഹൈനെ ഈ ഒരു സപ്പോർട്ട് ലോയുടെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈനെ വെട്ടിച്ച് താഴേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു ഹയ്യർ ലോ ആയിരിക്കുന്നത്. പിന്നെ ഒരു ഹയ്യർ ഹൈയും കൂടി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു എച്ചിൻ്റെ ലെവലിന് ബ്രേക്ക് ചെയ്തിട്ടാണ് പോയേക്കണത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ ആയിട്ട് കൂട്ടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ കയറാം, മാർക്ക് ചെയ്ത് കുറച്ച് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കുന്തോറും മാത്രമാണ് നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യാണ്ട് ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പകരം നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഇങ്ങനെ ഓരോ ഇത് ചെയ്ത് വെറുതെ ക്യാഷ് കൊണ്ടുപോയി കളയാന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് വ്യൂവിലേക്ക് കയറുക ആൻഡ് ചെയ്ത് നോക്കുക, സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ SMC ക്ലാസ് നിങ്ങൾ ഫുള്ളിരുന്നൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എപ്പിസോഡ്സായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം കിടിലനായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പഠിച്ചിരിക്കും. പിന്നെ ഇത് ബേസിക്സ് കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ച് തന്നതാണ്. ട്രേഡിങ്ങിലേക്ക് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ്സിലായിട്ട് നമുക്ക് കടന്നു പോവാം. ഇപ്പോൾ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ഈ വീഡിയോ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഓരോ എപ്പിസോഡും ക്ലിയർ കട്ടായിട്ട് കാണാം, അല്ലാണ്ട് ജമ്പ് ചെയ്ത് പോകരുത്. അതിലും ഭേദം നിങ്ങൾ കാണാണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാൻ പറ്റാവുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ ഹൈയും ലോയും വെച്ചിട്ട് വേറൊരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാനുള്ളത്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിൽ കയറാം, ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറാം. ഏതിലും ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡാണ്. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. 1 മിനിറ്റോ 4 ഹവറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിലെല്ലാം ഈ സാധനമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ എന്തായാലും വഴിക്കൂല, വേഗം തന്നെ ഇറക്കിക്കോളും അടുത്ത എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം.